രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു നിയമസഭാ കക്ഷിയെ നിയമസഭയിൽ നയിക്കാൻ കഴിയില്ല എന്ന നിലപാട് വി ഡി സതീശൻ എടുക്കുന്നു. രമേശ് ചെന്നിത്തല ഒരു നിമിഷം പോലും രാഹുൽ ആ സ്ഥലത്ത് തുടരുതെന്ന് പറയുന്നു. മുരളീധരൻ പറയുന്നു ഗൗരവമേറിയ വിഷയമാണ്, അത് മുകേഷിന്റെ വിഷയം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എല്ലാ നേതാക്കളും കൈവിടുന്നു. ഷാഫി മാത്രം രാഹുലിനോടൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ ലീഗ് കൂടി കൈവിടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോബൽ ബാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ ബാരിക്കാരൻ, ലീഗിലെ ഒരു നേതാക്കളും രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അരുൺ, നിലവിൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളിൽ കടുത്ത അതൃപ്തി ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലീഗിന്റെ ദേശീയ ആസ്ഥാനത്തിലെ ഉദ്ഘാടനം ഇന്നാണ്. ലീഗിന്റെ ഭൂരിഭാഗം നേതാക്കളും ദില്ലിയിൽ ഉണ്ട്. ചില നേതാക്കളുമായി നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ അവർ വ്യക്തിപരമായി ഈ അഭിപ്രായം നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തു. കാരണം വലിയൊരു പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ്. കഴിഞ്ഞ 10 വർഷം ഭരണത്തിന് പുറത്തു നിൽക്കേണ്ടി വന്ന കക്ഷിയാണ്. ഇത്തവണ ഭരണം വേണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കക്ഷിയാണ് ഈ മുസ്ലിം ലീഗ്. സ്വാഭാവികമായും അവരുടെ പോരാട്ടങ്ങൾക്കടക്കം തിരിച്ചടിയാക്കുന്ന നിലപാടുകളാണ്, അതോടൊപ്പം വിമർശനങ്ങളാണ്, അതോടൊപ്പം വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കണമോ എന്ന കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിന് ഒപ്പമാണ് ലീഗ് എന്നാണ്, കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ മറുപടി നൽകിയത്. പക്ഷേ ആ മറുപടി നൽകുമ്പോഴും ലീഗിന് കൃത്യമായ ആശങ്കയുണ്ട്. കാരണം ഓരോ ദിവസവും ഈ വിഷയം ആളിക്കത്തുന്നു, സാധ്യതകളെ മങ്ങിപ്പിക്കുന്നു, അത്തരത്തിൽ വിവാദം കൊഴുത്തു നിൽക്കുന്നു, വാർത്തകളിൽ ദിനംപ്രതി ഇത് ഇടം പിടിക്കുന്നു, പ്രതിപക്ഷത്തിന് നേരെ ഭരണപക്ഷവും അതോടൊപ്പം BJP-യും ഇത് ആയുധമാക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഈ വിഷയം സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് വലിയ തിരിച്ചടിയാകും.